ഞാൻ തൊഴിലത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മളൊരു വീഡിയോ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ പഴയ വണ്ടികൾ എല്ലാവരും പുതിയ വണ്ടിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. പുതിയ വണ്ടികൾ, ജെ സീരീസ് വണ്ടികൾ, പിന്നെ പല മോഡൽ വണ്ടികൾ, പല പവറുള്ള വണ്ടികൾ കളിക്കുന്ന സമയമാണ്. എന്നാണ് നമ്മൾ പഴയ വണ്ടിയുടെ ഒരു ട്രഡീഷണൽ എഞ്ചിൻ പൂർണ്ണമായിട്ട് മാറി BS6 BS7 വരാൻ പോകുന്ന അഡ്വാൻസ് ടെക്നോളജി വണ്ടിയിൽ മുഴുവനായിട്ടുള്ളത്. അപ്പൊ ട്രഡീഷണൽ എഞ്ചിൻ ഏറ്റവും പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ്റെനൻസ് വൈസ് ടെൻഷൻ ഫ്രീ ആണ് വണ്ടി. അപ്പം സെൻസർ ഇല്ല, കാര്യങ്ങളില്ല, ECM ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ടെൻഷൻ മെയിൻ്റെനൻസ് വൈസിൽ ടെൻഷൻ ഫ്രീ ആണ്. കുറച്ചും കൂടെ വഴിയിൽ കൊടുക്കില്ല എന്നൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു പഴയ വണ്ടികൾ തന്നെ ആയിരിക്കും ഒരു വിശ്വാസത്തെ കൂടിയ വണ്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി സ്റ്റാൻഡേർഡും ആണ്, അത് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് വണ്ടികളാണ് കൂടുതലായിട്ട് നമ്മളെടുത്ത് രജിസ്ട്രേഷൻ. ക്ലാസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് വണ്ടികളാണ് കൂടുതൽ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2000 BS3 ആണ് വണ്ടി. കറക്റ്റ് മോഡൽ എനിക്കറിയില്ല കേട്ടോ, 14, 15, 16 ഏതായിരിക്കാം. BS3 ആണ് വണ്ടി. അപ്പോൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വണ്ടിയാക്കുക എന്നുള്ളതാണ്. ആ പുതിയ വണ്ടിയാക്കാനുള്ള എല്ലാ രീതിയിലെ വണ്ടി പ്രശ്നമായിരിക്കണം. അതായത് പെയിന്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ പെയിന്റിംഗ് ഒക്കെ ഒരുപാട് ആളുകൾ, അപ്പം ഞാനിപ്പോൾ ആരെയും മോശപ്പെടുത്തുന്നില്ല, അല്ല അവരുടെ അറിവിന്റെ പരിമിതി വെച്ച് എല്ലാവർക്കും വർക്ക് എടുക്കാൻ കഴിയുള്ളൂ. ചില ആൾക്ക് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല, ചിലർക്ക് ന്യൂ കമേഴ്സ് ആയിരിക്കാം. ഇവർക്ക് അവർ വർക്ക് എടുത്തുന്ന അവർക്ക് എല്ലാവരും വർക്ക് എടുക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ നമ്മൾ റീസ്റ്റോറേഷൻ ബുള്ളറ്റ് എന്ന വാഹനം നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സംഖ്യ മുടക്കാൻ റീസ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പെയിന്റിംഗ് ആണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മെക്കാനിക്സ് കംപ്ലയിൻസ് ഒക്കെ എന്ത് വന്നാലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അയച്ച് സെറ്റ് ചെയ്താൽ റെഡിയാക്കാവുന്നുള്ളൂ. പക്ഷെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടാമത് അതേമാതിരി തലക്കെന്ന് തുടങ്ങണം. അപ്പം ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. റീസ്റ്റോർ ചെയ്യുന്ന വണ്ടിയെങ്കിൽ പെയിന്റ് ക്വാളിറ്റി വളരെ പ്രധാനമാണ്. മിനിമം ഒരു 5 വർഷം, 6 വർഷം, 7 വർഷമെങ്കിലും അത് പെയിന്റിങ് നിന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പൈസ മുഴുവൻ ലോസ് ആണ്. നമുക്കൊരു പുതിയ വണ്ടി ഇറക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു ഫ്രഷ് വണ്ടി ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുക, അതേമാതിരി റീസ്റ്റോർ ചെയ്ത വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, യൂസ്ഡ് വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് വേറെ അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. നമ്മൾ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ബ്രേക്കിംഗ് ടൈം ഉണ്ട്. എല്ലാ വണ്ടികൾക്കും ഒരു 1000 കിലോമീറ്റർ അല്ല 5000 കിലോമീറ്റർ കാണുന്ന വണ്ടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. പക്ഷേ യൂസ്ഡ് വണ്ടി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഓൾറെഡി നല്ല സ്മൂത്ത് ആയിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ അയച്ച് പിൻ ടു പിൻ റീസ്റ്റോറും കൂടെ ആകുമ്പോൾ വണ്ടി പക്ക ക്ലിയർ ആയി. അതായത് വണ്ടി കാഴ്ചയിലും പക്കാണ്, കാഴ്ചയിലും ഫ്രഷ് ആണ്, അതേമാതിരി ഓടിക്കാൻ അതുമാതിരി സ്മൂത്ത് ആയിരിക്കും. ഇപ്പൊ സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ച് നോക്കാൻ, സ്റ്റാൻഡേർഡ് ഏറ്റവും കൂടുതൽ മൈനസ് ആണ് ഡിസ്ബ്രേക്ക് ഇല്ല എന്നുള്ളതാണ്. അതേമാതിരി സെൽഫ് സ്റ്റാർട്ടും ഇല്ല എന്നുള്ളത്. സെൽഫ് സ്റ്റാർട്ടിൽ എന്നെ സമയത്ത് നല്ലൊരു മൈനസ് ആയിട്ട് പറയാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാലുകൊട്ടി കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും എങ്ങനെയൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ കിക്ക് സ്റ്റാർട്ടിൽ വണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് അതിന്റെ മുകളിൽ ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യാന്നുള്ളത് 10 സംതിങ് ആണ് ഇപ്പോൾ ഡിസ്ക് ബ്രേക്കിന്റെ സെറ്റ് ആയിട്ട് വരുന്നത്. 10,100 സംതിങ് ആണ് ഡിസ്കിന്റെ കിറ്റിന് വരുന്നത് എക്സ്ട്രാ ആഡ് ചെയ്യാനാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ കോസ്റ്റ് 25,000 ആണ്. ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിൽ പിന്നെ UC വണ്ടികൾ ഏത് വണ്ടിയാണ് 25,000. പെയിന്റിങ് റീസെറ്റിംഗ് കോസ്റ്റ് മാത്രമാണ് 25,000 റീസ്റ്റോറേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അഡീഷണൽ ആയിട്ട് അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിക്ലിംഗ്, ഏതെങ്കിലും ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം ചെറിയൊരു പ്രൈസ്, ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടാവും. അതിനുമാതിരി വീൽ റിം, വീൽ സ്പോക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടാവും, അതും എക്സ്ട്രാ വരും. പിന്നെ അതേമാതിരി സ്റ്റിക്കർ കാര്യങ്ങൾ ചെയ്യേണ്ട എക്സ്ട്രാ വരും. അതൊക്കെയാണ് എക്സ്ട്രാ വരും. നമ്മളെ ഈ കോസ്റ്റ്, നമ്മൾ ചെയ്യുന്ന ഷോപ്പിൽ കയറുന്ന കോസ്റ്റ്, ലേബർ കോസ്റ്റ് മാത്രമാണ് പറയുന്നത് 25,000 ആണ്. പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തരുന്ന 25,000 ആണ്. അപ്പൊ നിയർ ബൈ നമ്മൾ എന്ത് പറഞ്ഞാലും UC വണ്ടി ഒരു ശരാശരി ഒരു 30-35,000 ഇടയിൽ നമുക്ക് വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വണ്ടി കിട്ടുക എന്നുള്ളതെങ്കിൽ തന്നെ, വണ്ടി എടുക്കുക എന്നുള്ളതെങ്കിൽ തന്നെ പക്ക ക്ലിയർ ആയിട്ടുള്ള, അതായത് പക്ക ഒരു എഞ്ചിൻ വൈസ് നല്ല ഫിറ്റ് ആയിട്ടുള്ള വണ്ടികൾ നോക്കിയെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ കഴിഞ്ഞാൽ വണ്ട പക്ക ക്ലിയർ ആകും. വണ്ടി എടുക്കുന്ന എഞ്ചിൻ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എഞ്ചിൻ വർക്ക് എടുക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ എഞ്ചിൻ വർക്ക് എടുക്കുന്ന ആളുകളുണ്ട്. അതുമാതിരി എഞ്ചിൻ വർക്ക് എടുത്തിട്ട് പിന്നെ ബെയറിംഗ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് പിന്നെ ബെയറിംഗ്, ക്രാങ്കിന്റെ പിന്നെ ബെയറിംഗ്, ആഫ്റ്റർ മാർക്കറ്റ് പിൻ ബെയറിംഗ് ഉപയോഗിക്കും. അതൊക്കെ ഉപയോഗിച്ചിട്ട് എഞ്ചിൻ എടുത്താണ് നമ്മൾ കൈ കുറച്ച് 10,000-15,000 കിലോമീറ്റർ കൊണ്ട് വണ്ടിക്ക് വർക്ക് തുടങ്ങും. അപ്പൊ എന്തായാലും കഴിയുന്നത് എഞ്ചിൻ ഓപ്പൺ ചെയ്യാതെ വണ്ടി എടുത്തിട്ട് നിങ്ങൾ തന്നെ വർക്ക് എടുക്കാൻ നോക്കുക. അത് ഒറിജിനൽ പാർട്സ് ഇട്ട് വർക്ക് എടുക്കുക. നമ്മളിവിടെ ഒറിജിനൽ പാർട്സ് മാത്രം യൂസ് ചെയ്യണം. ആഫ്റ്റർ മാർക്കറ്റ് ഒരു പാർട്സ് റോയൽ എൻഫീൽഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുമാതിരി തന്നെ പെയിന്റിങ്ങിന്റെ കാര്യങ്ങളാണ് 5 വർഷം വാറണ്ടിയാണ്. ഈ സമയത്ത് പൊളിയെല്ലാം മങ്ങ ചെയ്ത് നമ്മൾ റീപെയിന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ 25, ഇതിന്റെ കറക്റ്റ് കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ഇപ്പൊ ഫിനിഷ് സ്റ്റേജിലാണ്. 2 വീല് സെറ്റ് ചെയ്യുക. വീല് നമുക്ക് റിം സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അതേമാതിരി ഡിസ്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞങ്ങളോട് പ്രത്യേകം പറയേണ്ടതാണ്. ഇതിന് സൈലൻസറിന്റെ ബെൻഡാണ് കേട്ടോ. ഇപ്പൊ തന്നെ എമിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എമിഷൻ BS7 വരാൻ പോവാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കും, അതായത് പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ വരുന്ന ഇതിന്റെ കാറ്റലിക് കൺവെർട്ടർ ഈ ഭാഗത്താണ് വരുന്നത്. സൈലൻസിനുള്ള ഒരു കാറ്റലിക് കൺവെർട്ടറും ഇതിലില്ല. BS3 വണ്ടി കാറ്റലിക് കൺവെർട്ടർ ഉപയോഗിക്കുന്നില്ല.
കാറ്റൽ കൺവെർട്ടർ വരുന്ന ഭാഗം ഈ ഭാഗമാണ്. അപ്പൊ ഈ സാധനം നമ്മൾ നിക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സാധനം ഇതിപ്പോ റെസ്റ്റ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഇത് ഒഴിവാക്കിയിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാറുണ്ട്. പൊല്യൂഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, കാരണം ഇത് കത്തിച്ച് കളയും. ഇത് കത്തിച്ച് കളയുന്നതിന്റെ ഫിൽറ്ററൊക്കെ ഓപ്പൺ ആവും. അതേമാതിരി കാർബൺ മോണോക്സൈഡ് ഫിൽറ്ററിങ് വേണ്ട രീതിയിൽ ഈ സാധനം നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത് റീപ്ലേറ്റിംഗ് ഒഴിവാക്കുക. നമുക്ക് പറ്റ പോയിന്റ് റീപ്ലേസ് ചെയ്യാം കേട്ടോ, പറ്റ പോയിന്റ് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പൗഡർ കോട്ട് ചെയ്യാം കേട്ടോ. പൗഡർ കോട്ട് ബ്ലാക്കിലേക്ക് കൊണ്ടുവരാം. ഒരിക്കലും ഇത് ക്രോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പല ഉടായ്പ രീതിയിലും പൊല്യൂഷൻ എടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഓരോന്നല്ല ഞാൻ പറഞ്ഞത്, നേരായ രീതിയിൽ പൊല്യൂഷൻ എടുത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ബെൻഡ് റീപ്ലേറ്റ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ വീലിന്റെ റിമ്മ് നിങ്ങൾ റീപ്ലേറ്റ് ചെയ്യുക. റിമ്മിൽ ഒരു 1720 രൂപയാണ് വീലിന്റെ റിമ്മിന് വരുന്നത്. അപ്പൊ നിയർ ബൈ 1000 നിയർ റീപ്ലേറ്റിംഗ് വരുന്നുണ്ട്. റിമ്മിന്റെ തിക്നെസ് കുറയുന്ന നേരെ വന്ന 6 months അല്ല 1 year ഒക്കെ റീപ്ലേറ്റിംഗ് കിട്ടുന്നുള്ളത് പൊളിഞ്ഞു പോകുന്നുണ്ട്. റീപ്ലേറ്റിംഗ് ഒരിക്കലും ഇലക്ട്രോപ്ലേറ്റിംഗ് ഒരിക്കലും വീൽ റിം ചെയ്യരുത്. അത് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കളയുക. കാരണം പരമാവധി വീൽ റിമൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഒരുവിധ വണ്ടികൾക്കൊക്കെ ഒറിജിനൽ ഇതായതുകൊണ്ട് 10 വർഷം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല വീൽ റിം ഉപയോഗിക്കുന്നുണ്ട്. ഒറിജിനൽ വീൽ റിം തുരുമ്പ് വളരെ കുറവാണ്. അപ്പം വളരെയധികം തുരുമ്പ് പിടിച്ച് മയത്തൊക്കെ നിർത്തിയിട്ട് വണ്ടികൾ മാത്രം തുരുമ്പ് അടിക്കാറില്ല. നോർമൽ സർവീസ് ചെയ്ത് നോർമലായി കൊണ്ടുവരുന്ന വണ്ടികൾ തുരുമ്പ് വളരെ കുറവാണ് വീൽ റിമിന്. അത് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ, പിന്നെ ഏത് വണ്ടി എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ മൈനസ് സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതാണ്. ഡിസ്പ്ലേറ്റ് കാര്യം നേരത്തെ പറഞ്ഞ് സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ള ഇന്ന കാലത്ത് ഏറ്റവും വലിയ മൈനസ് ആണ്. അതും BS3 വണ്ടിയിൽ ചെറിയ രീതിയിൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഈ ഒരു സംഗതി സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഇതിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ബാറ്ററി, 1-way ക്ലച്ച്, ആ ഒരു കാര്യങ്ങൾ 1-way ക്ലച്ച്, സ്പാക്ക് ക്ലച്ച്, ബാറ്ററി, പിന്നെ വയറിങ്ങിന്റെ കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് നമുക്ക് സുഖമായിട്ട് മോട്ടറും വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. BS3 വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുക കേട്ടോ. BS4 വണ്ടിയിലാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചില പിന്നൊന്നും ഇല്ലാത്ത പിന്നെ വരുന്നുണ്ട് BS4 വണ്ടികളിൽ. അപ്പോൾ BS3 വണ്ടികൾ എടുത്ത് നല്ല വണ്ടി ഓടിക്കുന്ന വണ്ടികളാണെങ്കിൽ BS3 വണ്ടി എടുത്ത് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാം, ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഒരു വണ്ടി ബുള്ളറ്റ് ഓടിക്കുന്ന എല്ലാ സുഖവും കിട്ടുന്ന ഒരു വണ്ടി റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് മാത്രമാണ്. ക്ലാസിക്കിന് കുറച്ചുകൂടി പെർഫോമൻസ് വൈസ് കുറച്ചുകൂടി ഒരു ഹൈ സ്പീഡ് കാപ്പബിലിറ്റി കുറച്ച് കൂടുതൽ വണ്ടി ആയതുകൊണ്ട് ടോർക്ക് കുറവാണല്ലോ ക്ലാസിക്കിന്. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ കറക്റ്റ് ആ ടോർക്കിൽ ഉപയോഗിക്കാൻ കഴിയും. ലോ എൻഡ് ടോർക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ലോ എൻഡ് ടോർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, സ്ലോ സ്പീഡ് റണ്ണിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൺലി ഫോർ സ്റ്റാൻഡേർഡ് ഞാൻ പറയുള്ളൂ. അതല്ല കുറച്ച് പെർഫോമൻസ് സ്ലോയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന ആളുകളൊക്കെയാണ് ഓക്കെ, ക്ലാസിക് നല്ല വണ്ടി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫില്ലം റൈഡേഴ്സിന് മാത്രമേ ക്ലാസിക്കിന് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നുള്ളൂ. അതിന് ബാക്കിൽ സീറ്റ് റെസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് പിന്നെ മോചനം നേടാനും കഴിയും. സ്റ്റാൻഡേർഡ് ആകുമ്പം കറക്റ്റ് ആയിട്ട് ആ ഒരു ലെങ്തി സീറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിലെ സീറ്റ് റെസ്റ്റ് പറ്റുന്ന നല്ല റൈഡ്, ലോങ് റൈഡ് ആയിട്ട് യാത്ര ചെയ്യാനും പറ്റും. പിന്നെ മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹാൻഡിൽ ബാർ ഒരു കാരണവശാലും ലോങ് റൈഡ് ഉപയോഗിക്കുന്ന ഒരിക്കലും ഷോർട്ട് ആയിട്ട് ഹാൻഡിൽ ബാർ ഉപയോഗിക്കരുത്. എപ്പോഴും സ്റ്റാൻഡേർഡിന്റെ സ്റ്റോക്ക് ഹാൻഡിൽ എന്താണോ ആ ഹാൻഡിൽ ഉപയോഗിച്ച് മാത്രമേ ലോങ് റൈഡിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഷോർട്ടായിട്ട് പഴയ ഹാൻഡിൽ ബാർ, പിന്നെ പഴയ റെട്രോ സ്റ്റൈലുള്ള പഴയ വിന്റേജ് സ്റ്റൈൽ ഹാൻഡിൽ ബാർ ക്ലാസിക്കിന് കയറ്റി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഓൺലി ഷോർട്ട് റൈഡ്, ഒരു ബുള്ളറ്റിന്റെ പഞ്ച് ഓടിക്കുമ്പോൾ ഒരു ഫീൽ ആണ് വേണ്ടതെങ്കിൽ, പഞ്ചല്ല കാണുന്ന ആളുകൾക്ക് മസിൽ പിടിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുമെങ്കിൽ ലോങ് റൈഡിന് ഭയങ്കര കാലിന് കൈയിന്റെ ജോയിന്റിനൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഹാൻഡിൽ ബാർ മാറ്റി കഴിഞ്ഞാൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാൻഡിൽ ബാർ കഴിയുന്നതും നിങ്ങൾക്ക് ഒരു ട്രാവലർ ആണെങ്കിൽ ലോങ് റൈഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഒരിക്കലും ഹാൻഡിൽ ബാർ മാറ്റരുത്. ക്ലാസിക്കിന്റെ ഹാൻഡിൽ ബാർ ആഡ് ചെയ്യരുത്, സ്റ്റാൻഡേർഡിന്റെ ഹാൻഡിൽ ബാർ മാത്രം ആഡ് ചെയ്യുക. ആ സ്റ്റോക്ക് ഹാൻഡിൽ മാത്രം കൊണ്ടുനടക്കുക. കഴിഞ്ഞ അലോയ് വീൽസ് ഉപയോഗിക്കാതൊക്കെ സ്റ്റാൻഡേർഡിന് അലോയ് വീൽസ് ഉപയോഗിക്കരുത്, ടോർക്ക് കുറയും. അതുകൊണ്ട് തന്നെ സ്പോക്സ് വീൽ തന്നെ കറക്റ്റ് ട്രൂൺ ചെയ്തിട്ട് കറക്റ്റ് കൊണ്ടുനടക്കുക. പിന്നെ പുതിയ സ്പോക്ക് ഉപയോഗിച്ചിട്ട് ലേ ചെയ്തെടുക്കുക കേട്ടോ. അതാണ് പറയാനുള്ളത്. അപ്പോൾ റീസ്റ്റോറേഷന്റെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.